സംസ്ഥാനത്ത് ജല അതോറിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള 161 ജലസംഭരണികൾ ഉപയോഗശൂന്യമായി കിടക്കുന്നുവെന്നാണ് ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉപയോഗശൂന്യമായ ജലസംഭരണികൾ ഏറ്റവും അധികമുള്ളത് എറണാകുളം ജില്ലയിൽ. അപകടം പതിയിരിക്കുന്ന പഴക്കം ചെന്ന ജലസംഭരണികൾ പൊളിച്ചു മാറ്റുന്ന നടപടികൾ വളരെ ഉച്ചഴിയുന്ന വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ അപകടം. ശുദ്ധജല വിതരണത്തിനായി സംസ്ഥാനത്ത് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച സംഭരണികളിൽ ബഹുഭൂരിപക്ഷവും ഇന്ന് അപകടാവസ്ഥയിലാണ്. ജല അതോറിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള 161 ശുദ്ധജല സംഭരണികളാണ് നിലവിൽ ഉപയോഗശൂന്യമായത്. കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലായ ഈ ടാങ്കുകൾ പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ ജലസേചന വകുപ്പ് ആരംഭിച്ചെങ്കിലും എങ്ങും എത്തിയില്ല. കേരളത്തിൽ ഏത് നിമിഷവും പൊട്ടാവുന്ന രീതിയിലുള്ള 161 ജലബോംബുകളാണ് ഇരിക്കുന്നത്. കേരളത്തിൽ ഏകദേശം 17ഓളം ജലസംഭരണികൾ ഡീകമ്മീഷൻ ചെയ്യേണ്ട സ്ഥിതിയിൽ നിൽക്കുന്നു. അതിലേക്കെല്ലാം കണ്ണടച്ചുകൊണ്ട് സാധാരണ ജനത്തിന്റെ അല്ലെങ്കിൽ പൊതുജനത്തിന്റെ ജീവന് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഈ ജലസംഭരണികളിലേക്ക് കണ്ണടയ്ക്കുന്ന സമീപനം ഇനിയെങ്കിലും അധികാരികൾ അതിൽ നിന്ന് പിന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. സംസ്ഥാന ജലസേചന വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ഉപയോഗശൂന്യമായ ജലസംഭരണി ടാങ്കുകൾ ഏറ്റവും കൂടുതലുള്ളത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളത്ത് മാത്രം 27 ടാങ്കുകളാണ് ഉപയോഗശൂന്യമായത്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാട് ജില്ലയിൽ 22 ടാങ്കുകളും ആലപ്പുഴ ജില്ലയിൽ 20 ടാങ്കുകളുമാണ് ഉപയോഗശൂന്യമായി ഒഴിച്ചിട്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ജലസംഭരണികളെല്ലാം അതേസമയം ഉപയോഗപ്രദമാണ്. കാലപ്പഴക്കം മൂലം തകർന്നു വീഴാറായ ജലസംഭരണികൾ വലിയ അപകട ഭീതി ഉണ്ടാക്കുന്നുവെന്ന് പലകുറി വിവിധ ഏജൻസികൾ റിപ്പോർട്ട് നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. സംസ്ഥാനം വലിയ ജലബോംബ് ഭീഷണിയിലാണ് എന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവരുന്ന ഈ വിവരങ്ങൾ. 161 ജലസംഭരണികൾ ഉപയോഗപ്രദമല്ലെന്ന് കണ്ടെത്തുമ്പോഴും അത് പൊളിച്ചു മാറ്റുവാൻ യാതൊരു നടപടിയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അടുത്തിടെ നടത്തിയ പുതിയ പഠനത്തിൽ 10 ജലസംഭരണികൾ അധികം ഉപയോഗപ്രദമല്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലും വകുപ്പ് മൗനം തുടരുകയാണ്. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.